ട്രൈബ്സ്, നോമാഡ്സ് ആൻഡ് സെറ്റിൽഡ് കമ്മ്യൂണിറ്റീസ്. മധ്യകാലഘട്ടത്തിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നിരവധി വികസനങ്ങൾ നടന്നു. ഇന്ത്യൻ സമൂഹം വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു. എന്നിരുന്നാലും സാമൂഹികമായ നിയമങ്ങൾ പാലിക്കാത്ത നിരവധി ജനങ്ങൾ ഉണ്ടായിരുന്നു. ഇവരിൽ ഗോത്രങ്ങളും നാടോടികളും സ്ഥിരതാമസക്കാരായ ആളുകളുടെ സമൂഹങ്ങളുമെല്ലാം ഉൾപ്പെടുന്നു. ആദിവാസി സമൂഹങ്ങളെ നോക്കുകയാണെങ്കിൽ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാത്തവരാണ് ഗോത്രങ്ങൾ. ഭൂരിഭാഗം ഗോത്രങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നു. മറ്റുള്ളവർ ഇടയന്മാരോ വേട്ടക്കാരോ ഭക്ഷണം ശേഖരിക്കുന്നവരോ ആയിരുന്നു. ഗോത്രവർഗക്കാർ നാടോടികളായിരുന്നു. അവർ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറിക്കൊണ്ടേയിരുന്നു. ഗോത്രങ്ങളും ശക്തമായ ജാതി അധിഷ്ഠിത സമൂഹങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ പോലും ഉണ്ടായി. മധ്യകാല ഇന്ത്യയിൽ നിന്നുള്ള സമകാലിക ചരിത്രകാരന്മാരും സഞ്ചാരികളും ഗോത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല. ശക്തരായ ചില ഗോത്രങ്ങളെ നമുക്ക് നോക്കാം. പഞ്ചാബിലെ ഗോഖർ, മുൾട്ടാനിലെ ലങ്കകളും അർഗൂണുകളും, ഹിമാലയത്തിലെ ഗദ്ദികൾ, ഗുജറാത്തിലെ കോലിസും ബെറാഡും, ഛത്തീസ്ഗഡിലെ ഗോണ്ടുകൾ, മധ്യ ഇന്ത്യയിലെ ദിൽ ഗോത്രം തുടങ്ങിയവയാണ് ശക്തരായ ചില ഗോത്രങ്ങൾ. ഇനിയും ഇടയന്മാരായ നാടോടികളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇടയ നാടോടികൾ അവരുടെ മൃഗങ്ങളുടെ കൂട്ടവുമായി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറി മാറി സഞ്ചരിക്കുന്നു. അവർ പാലുൽപ്പന്നങ്ങൾ കഴിച്ച് ജീവിക്കുകയും നെയ്യ്, കമ്പിളി മുതലായവ കർഷകർക്ക് കൈമാറുകയും ധാന്യങ്ങൾ, തുണി, പാത്രങ്ങൾ തുടങ്ങിയവ അവരിൽ നിന്നും സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരി നാടോടികൾ ബഞ്ചാറകളായിരുന്നു. അവരുടെ യാത്രാ സംഘത്തെ തണ്ട എന്നാണ് വിളിച്ചിരുന്നത്. സുൽത്താൻ അലാവുദ്ദീൻ ഖിൽജി നഗരവിപണികളിലേക്ക് ധാന്യം കൊണ്ടുപോകാൻ ബഞ്ചാറകളെ ഉപയോഗിച്ചു. ഇടയ ഗോത്രങ്ങൾ അടിസ്ഥാനപരമായി കുതിരകളെയും കന്നുകാലികളെയും വളർത്തുകയും വിൽക്കുകയും ചെയ്യുന്ന സമ്പന്നരായ ആളുകളാണ്. ഇന്ത്യയുടെ ജാതി ഘടനയിലെ മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണെന്ന് നോക്കിയാൽ, ഇസ്ലാമിന്റെ വ്യാപനത്തോടെ ഗ്രാമങ്ങളിലെ വ്യാപാര കാർഷിക മേഖലകളിൽ വിവിധ ജാതിയിൽപ്പെട്ടവർ പങ്കാളികളായി. സൂഫി ഭക്തി പ്രസ്ഥാനങ്ങൾ ജാതികളുടെയും മതങ്ങളുടെയും ഇടയിൽ സമത്വത്തിനായി ശ്രമിച്ചു. രജപുത്രരും മുസ്ലിം പ്രഭുക്കന്മാരും തമ്മിലുള്ള അന്തർജാതി വിവാഹങ്ങൾ ആരംഭിച്ചു. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയോടെ പുതിയ ജാതികളും വർണ്ണങ്ങളും ഉയർന്നു വന്നു. പല ഗോത്രങ്ങളും ഭരണമാറ്റങ്ങളുടെ ഭാഗമായി. ഇനി ഗോണ്ടുകളെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഗോണ്ടുകളെ ചിലപ്പോൾ അവരുടെ ഗോത്രഭാഷയായ ഗോണ്ടി എന്ന് വിളിക്കാറുണ്ട്. അവർ മാറ്റകൃഷിയായിരുന്നു ചെയ്തിരുന്നത്. ഡൽഹി സുൽത്താനേറ്റിന്റെ പതനത്തോടെ ഗോണ്ട് സാമ്രാജ്യം ഉയർന്നു വന്നു. 15-ാം നൂറ്റാണ്ടിൽ തെക്കുകിഴക്കൻ മധ്യപ്രദേശിലെ ഗോണ്ട്വാനയാണ് ഗോണ്ട് സാമ്രാജ്യമായി ഉയർന്നു വന്നത്. അക്ബറിന്റെ ഭരണചരിത്രമായ അക്ബർനാമയിൽ ഗർഹ കദംഗയുടെ ഗോണ്ട് രാജ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ 70,000 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. കേന്ദ്രീകൃത ഭരണമായിരുന്നു ഇവരുടേത്. വിവിധ ഗർഹുകളായി രാജ്യത്തെ തരം തിരിച്ചിരുന്നു. ഓരോ ഗർഹും ഒരു പ്രത്യേക ഗോണ്ട് വംശത്തിനാൽ നിയന്ത്രിച്ചിരുന്നു. ഈ ഗർഹുകൾ ചരൗസി എന്നറിയപ്പെടുന്ന 84 ഗ്രാമ യൂണിറ്റുകളായി വീണ്ടും വിഭജിച്ചിരുന്നു. ചരൗസിയെ വീണ്ടും വിഭജിച്ച് 12 ഗ്രാമങ്ങളുള്ള ബാർഹോട്ടുകളായി മാറ്റി. വലിയ സംസ്ഥാനങ്ങളുടെ ആവിർഭാവം ഗോണ്ട് സമൂഹത്തിന്റെ സ്വഭാവം മാറ്റി. അടിസ്ഥാനപരമായി തുല്യരായിരുന്ന അവർ പല ശ്രേണികളിലേക്ക് വിഭജിക്കപ്പെട്ടു. ബ്രാഹ്മണന്മാർക്ക് ഗോണ്ട് രാജാക്കന്മാരിൽ നിന്നും ഭൂദാനങ്ങൾ ലഭിച്ചു. അതുവഴി കൂടുതൽ സ്വാധീനം അവർക്ക് ഉളവായി. രജപുത്രരായി തിരിച്ചറിയപ്പെടാനായിരുന്നു ഗോണ്ട് രാജാക്കന്മാർക്ക് താല്പര്യം. ഗർഹ കദംഗയുടെ ഗോണ്ട് രാജാവായിരുന്നു അമാൻദാസ്. സംഗ്രാം ഷാ എന്ന പദവി അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പുത്രൻ ദളപത് മഹോബയിലെ ചന്ദേല രജപുത്ര രാജാവായ സാൽബഹന്റെ പുത്രി ദുർഗാവതിയാണ് വിവാഹം ചെയ്തത്. എന്നാൽ ദളപത് നേരത്തെ മരണപ്പെട്ടതിനാൽ അവരുടെ 5 വയസ്സുള്ള മകനായ ബിർനരേനു വേണ്ടി റാണി ദുർഗാവതി ഭരണം ഏറ്റെടുത്തു. അവർ വളരെ കഴിവുള്ള റാണിയായിരുന്നു. അവരുടെ കീഴിൽ രാജ്യം വളരെ വിപുലമായി. 1565 അസഫ് ഖാന്റെ കീഴിൽ മുഗൾ സൈന്യം ഗർഹ കദംഗ ആക്രമിച്ചു.
ശക്തമായ പ്രതിരോധം റാണി ദുർഗാവതി തീർത്തു എങ്കിലും അവർ പരാജയപ്പെട്ടു. കീഴടങ്ങുന്നതിലും നല്ലത് മരണം വരിക്കുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. താമസിയാതെ അവരുടെ മകനും പോരാടി മരിച്ചു. ഗർഹ കദംഗ ഒരു സമ്പന്ന രാജ്യമായിരുന്നു. കാട്ടാനകളെ കെണിയിലാക്കി മറ്റുള്ളവർക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടാണ് അവർ സമ്പന്ന രാജ്യമായി തീർന്നത്. മുഗളന്മാർ ഗോണ്ടുകളെ പരാജയപ്പെടുത്തി വിലപിടിപ്പുള്ള നാണയങ്ങളും ആനകളെ മറ്റും പിടിച്ചെടുത്തു. ഗർഹ കദംഗയുടെ ഒരു ഭാഗം മുഗൾ സാമ്രാജ്യത്തിനോട് കൂട്ടിച്ചേർക്കുകയും ബാക്കി ഭാഗം ബിർനരേന്റെ അമ്മാവനായ ചന്ദ്രഷായ്ക്ക് വിട്ടു നൽകുകയും ചെയ്തു. മുഗളന്മാർ ഗർഹ കദംഗയുടെ പതനത്തെ ഗോണ്ട് രാജ്യങ്ങൾ അതിജീവിച്ചു. എങ്കിലും അവർ ദുർബലരായിരുന്നു. കുറച്ചു കാലത്തിന് ശേഷം അവർ ശക്തരായ ബുന്ദേലകളോടും മറാത്തകളോടും പരാജയപ്പെട്ടു. അടുത്തത് അഹോം. തെക്ക് കിഴക്കൻ ഏഷ്യയിലും അസമിലെ വനങ്ങളിലൂടെയുമൊക്കെ സഞ്ചരിച്ചിരുന്ന ചില ഗോത്രങ്ങളെയാണ് അഹോംസ് എന്ന് അറിയപ്പെടുന്നത്. അസമിലെ മതവും സംസ്കാരവും പ്രാദേശിക പാരമ്പര്യങ്ങളുടെയും കുടിയേറ്റക്കാരുടെയും സമന്വയമാണ് ഗോത്രങ്ങൾ. അഹമ്മുകൾ യോദ്ധാക്കളുടെ വംശത്തിൽപ്പെട്ടവരായിരുന്നു. അവർ തങ്ങളുടെ ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ റോഡുകളും ജലസേചന പദ്ധതികളും പണിതുയർത്തിയിരുന്നു. ഹൂയൻസിന്റെ പഴയ രാഷ്ട്രീയ വ്യവസ്ഥയെ അടിച്ചമർത്തിക്കൊണ്ടാണ് അഹോംസുകൾ പുതിയ രാജ്യം രൂപീകരിച്ചത്. 13-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ മ്യാൻമാറിലെ ബ്രഹ്മപുത്ര താഴ്വരയിലേക്ക് അഹോമുകൾ കുടിയേറി. ഹുയാന്മാരുടെ, അതായത് ഭൂവുടമകളുടെ പഴയ സമ്പ്രദായ രാഷ്ട്രീയത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു പുതിയ രാജ്യം അവർ പടുത്തുയർത്തു. 16-ാം നൂറ്റാണ്ടിന്റെ ഇടയ്ക്ക് 1523-ൽ ചുതിയാസ്, 1581-ൽ കോച്ച് ഹാജോ തുടങ്ങിയ മറ്റു പല ഗോത്രങ്ങളെയും അഹോമുകൾ കീഴടക്കി. അഹോമുകൾ ഒരു വലിയ രാജ്യം പടുത്തുയർത്തി. ഇതിനായി 1530കളുടെ തുടക്കത്തിൽ അവർ തോക്കുകൾ ഉപയോഗിച്ചു തുടങ്ങി. 1660ഓടുകൂടി ഉയർന്ന നിലവാരത്തിലുള്ള വെടിമരുന്നും തോക്കുകളും അവർ ഉപയോഗിച്ചു. എന്നിരുന്നാലും തെക്കു പടിഞ്ഞാറ് നിന്നും നിരവധി ആക്രമണങ്ങളെ അഹോമുകൾ അഭിമുഖീകരിച്ചു. 1662-ൽ ദിമിർ ജുംലയുടെ കീഴിൽ മുഗളന്മാർ അഹോം സാമ്രാജ്യത്തെ ആക്രമിച്ചു. ധീരമായി അവർ പ്രതിരോധിച്ചു. എങ്കിലും അഹോംസ് പരാജയപ്പെട്ടു. പക്ഷേ നേരിട്ടുള്ള മുഗൾ നിയന്ത്രണം പ്രദേശത്ത് അധികകാലം നിലനിന്നില്ല. നിർബന്ധിത ജോലിയെ ആശ്രയിച്ചാണ് അഹോമുകൾ ഭരണകൂടം നിലനിർത്തിയിരുന്നത്. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിർബന്ധിതരായവരെ പൈക്സ് എന്നാണ് വിളിച്ചിരുന്നത്. രാജ്യത്ത് ജനസംഖ്യയുടെ കണക്കെടുപ്പ് നടത്തിയിരുന്നു. ഓരോ ഗ്രാമത്തിലേക്കും നിശ്ചിത എണ്ണം പൈക്സിനെ റോന്തു ചുറ്റാനായി അയച്ചിരുന്നു. കൂടുതൽ ജനസംഖ്യയുള്ള ഇടത്തു നിന്നും കുറഞ്ഞ ജനസംഖ്യയുള്ള ഇടത്തേക്ക് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു. അങ്ങനെ അത് അഹോം വംശങ്ങൾ പിളർപ്പിലേക്ക് നയിക്കുന്നതിന് ഇടയാക്കി. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഭരണം തികച്ചും കേന്ദ്രീകൃതമായി. യുദ്ധസമയങ്ങളിൽ പുരുഷന്മാർ സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചു. മറ്റു സമയങ്ങളിൽ അവർ നിർമ്മാണ തൊഴിലാളികളായി ഡാം നിർമ്മിക്കുക, ജലസേചന പ്രവർത്തികളിൽ, പൊതുപ്രവർത്തികളിലും മറ്റും ഏർപ്പെടുക തുടങ്ങിയവ ചെയ്തു. കൃഷിയിൽ പുതിയ സമ്പ്രദായങ്ങൾ അഹോംസ് അവതരിപ്പിച്ചു. അഹോം സമൂഹം കുലങ്ങളായി അല്ലെങ്കിൽ ഖേലുകളായി വിഭജിക്കപ്പെട്ടു. കരകൗശല തൊഴിലാളികളുടെ വളരെ കുറച്ച് ജാതികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കരകൗശല തൊഴിലാളികൾ അഹോം പ്രദേശങ്ങളുടെ സമീപ രാജ്യങ്ങളിൽ നിന്നും അവിടേക്ക് വന്നു. ഗ്രാമങ്ങൾ പലതും ഖേലിന്റെ നിയന്ത്രണത്തിലായിരുന്നു. ഗ്രാമ സമൂഹത്തിന്റെ ഭൂമി കർഷകന് നൽകിയിരുന്നു. സമൂഹത്തിന്റെ അനുവാദമില്ലാതെ അത് നീക്കം ചെയ്യാൻ രാജാവിന് പോലും അധികാരമുണ്ടായിരുന്നില്ല. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയോടുകൂടി ബ്രാഹ്മണ സ്വാധീനം വർദ്ധിച്ചു. രാജാവ് ബ്രാഹ്മണന്മാർക്ക് ഭൂദാനം നൽകി. സിബിസിംഗിന്റെ ഭരണത്തിൽ 1714 മുതൽ 1744 ഹിന്ദുമതം പ്രബല മതമായി. ഹിന്ദുമതത്തെ സ്വീകരിച്ചുവെങ്കിലും തങ്ങളുടെ പാരമ്പര്യ വിശ്വാസങ്ങളെ അഹോം രാജാക്കന്മാർ കൈവിട്ടില്ല. അഹോം സമൂഹം വളരെ പരിഷ്കൃതമായിരുന്നു. കവികൾക്കും പണ്ഡിതന്മാർക്കും ഭൂമി അവർ അനുവദിച്ചു നൽകി. തിയേറ്റർ അവർ പ്രോത്സാഹിപ്പിച്ചു. സംസ്കൃതത്തിലെ പ്രധാന കൃതികളെ പ്രാദേശിക ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ബുറാഞ്ചികൾ എന്നറിയപ്പെടുന്ന ചരിത്ര കൃതികൾ ആദ്യം അഹോം ഭാഷയിലും പിന്നീട് അസമിലേക്കും എഴുതപ്പെട്ടു. ഇനി മംഗോൾസ് ആരായിരുന്നു നോക്കാം. ചരിത്രത്തിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഇടയന്മാരുടെയും വേട്ടക്കാരുടെയും ഗോത്രമാണ് മംഗോളിയന്മാരുടേത്. മധ്യേഷ്യയിലെ പുൽമേടുകളിലും വടക്ക് വനപ്രദേശങ്ങളിലുമാണ് അവർ വസിച്ചിരുന്നത്.
1206 ആയപ്പോഴേക്കും ചെങ്കിസ് ഖാൻ മംഗോളിയരെയും തുർക്കിയെയും ഒന്നിപ്പിച്ചു ശക്തമായ ഗോത്രമായി തീരുകയും അതുവഴി സൈനിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1227 മരണസമയത്ത് അദ്ദേഹം വിപുലമായ പ്രദേശങ്ങളുടെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ സാമ്രാജ്യം വലുതാക്കി. പല സമയങ്ങളിലായി റഷ്യയുടെ ഭാഗങ്ങൾ, കിഴക്കൻ യൂറോപ്പ്, ചൈന, പടിഞ്ഞാറൻ ഏഷ്യയുടെ കുറെ ഭാഗങ്ങൾ തുടങ്ങിയവയൊക്കെ മംഗോളിയന്മാരുടെ അധീനതയിലായിരുന്നു. മംഗോളിയന്മാർക്ക് സുസംഘടിതമായ സൈനിക ഭരണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. വിവിധ വംശീയ മതവിഭാഗങ്ങളുടെ പിന്തുണയും മംഗോളിയന്മാർക്ക് ഉണ്ടായിരുന്നു.